അതായത് ഇടതുപക്ഷത്തിന്റെ കോട്ടയെന്ന് പറഞ്ഞിരുന്ന കണ്ണൂർ പോലും വീണപ്പോഴും, ആലപ്പുഴയിൽ പുന്നപ്രയുടെയും വയലാറിന്റെയും സമരഗീതങ്ങൾ ഇപ്പോഴും മുഴങ്ങുന്ന ആലപ്പുഴയുടെ മണ്ണിൽ ആലപ്പുഴയുടെ ജനത ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നപ്പോൾ, ഇവിടെ രാഷ്ട്രീയ കളിക്കളങ്ങൾ ഒരുങ്ങുമ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികൾ തയ്യാറെടുക്കുമ്പോൾ, സ്ഥാനാർത്ഥി നിർണയങ്ങൾ നടക്കുമ്പോൾ, സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുമ്പോൾ, KC വേണുഗോപാൽ അവിടെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം, അരൂര്, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി, അങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങളുള്ള ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. അതിൽ 5 ഇടങ്ങളിലും ഭരിക്കുന്നത് LDF, 2 ഇടങ്ങളിൽ മാത്രമാണ് UDF ഭരിക്കുന്നത്, ഹരിപ്പാടും കരുനാഗപ്പള്ളിയും. അതായത് അതിൻ്റെ അർത്ഥം ഇടതുപക്ഷത്തിന് അത്രമേൽ വേരുള്ള ഒരു ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 ഇടത്തും UDF വിജയിച്ചപ്പോൾ ആലപ്പുഴയിൽ മാത്രമാണ് ചെങ്കൊടി പാറിക്കുവാൻ LDFന് സാധിച്ചത്. ആ സമയത്ത് അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി AM ആരിഫായിരുന്നു. അതായത് ഇപ്പോഴത്തെ ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കുന്നത് AM ആരിഫ് മാത്രമാണ്. എന്തുകൊണ്ട് അത് പ്രാധാന്യത്തോടു കൂടി പറയുന്നു എന്ന് വെച്ചാൽ, നിലവിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ CPMന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ള ചർച്ച നടക്കുകയാണ്. ചർച്ചയിൽ ഏറ്റവും പ്രധാനമായി ചർച്ചയിൽ വരേണ്ടത് AM ആരിഫിന്റെ പേരാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ഇടം നേടിക്കൊടുത്ത ഏക സ്ഥാനാർത്ഥി AM ആരിഫായിരുന്നു. പക്ഷേ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നും ആര് മത്സരിക്കണം എന്ന നേതൃത്വത്തിന്റെ ചർച്ചയിൽ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചയിൽ AM ആരിഫിന്റെ പേരില്ല. AM ആരിഫ് ആദ്യ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ പേര് എവിടെയും പരാമർശിക്കുന്നില്ല, ആരും പറയുന്നില്ല. അതിൻ്റെ പ്രധാനമായ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്, പ്രാദേശിക തലത്തിൽ AM ആരിഫിന് പഴയ രീതിയിലുള്ള ഒരു പിൻബലമില്ല. പ്രാദേശിക സഖാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാർ AM ആരിഫിനോട് വലിയ അകൽച്ച കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശരിയായിരുന്നില്ല എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വെക്കുന്നത് തന്നെയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ AM ആരിഫിന്റെ പേരില്ലാത്ത ഒരു ചർച്ച നടക്കുന്നതിന്റെ പ്രധാന കാരണവും. പകരം AM ആരിഫിന് പകരമായി ആരവിടെ മത്സരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ മുൻപന്തിയിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട 2 പേരുകൾ, ഒന്ന് G സുധാകരൻ, മറ്റൊന്ന് തോമസ് ഐസക്. 2 പേരും ആലപ്പുഴക്കാരാണ്. 2 പേരും ഏറ്റവും പ്രാധാന്യമുള്ള CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരാണ്. നിരവധി തവണ മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള വ്യക്തികളാണ്. വിദ്യാർത്ഥി തലത്തിൽ നിന്ന് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ആളുകളാണ്. വലിയ ജനസമ്മതരാണ്. ഇവർ 2 പേരുമായി നിലവിൽ ഇപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാർ, CPIMന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇരുവരുമായി ചർച്ച നടത്തി കഴിഞ്ഞു. അവിടെ G സുധാകരനാണ് ഇരുവരിലും ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഏറെ. അദ്ദേഹം ജനസമ്മതനാണ് എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതായത് നിലവിലത്തെ അവസ്ഥയിൽ പാർട്ടിക്കെതിരെ രൂക്ഷമായ വിമർശനമുയർത്തുന്ന, പാർട്ടിക്കെതിരെ മുഖം നോക്കാതെ മറുപടി പറയുന്ന, പാർട്ടിക്കെതിരെ ശബ്ദമുയർത്തുന്ന, പണ്ട് 1996 കായംകുളത്ത് നിന്ന് മത്സരിച്ചപ്പോൾ തന്നെ പിന്നിൽ നിന്ന് കുത്തിയവരാണ് ഈ പാർട്ടിക്കാരെന്ന് തുറന്നടിച്ചൊരു പൊതുവേദിയിൽ വെച്ച് പറഞ്ഞ G സുധാകരനെയാണ് ആലപ്പുഴയിൽ മത്സരിപ്പിക്കുവാൻ പോകുന്നത്. അദ്ദേഹത്തിനാണ് അവിടെ മത്സരിക്കുവാൻ സാധ്യത ഏറെ എന്ന് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ പറയുന്നു. അദ്ദേഹം ജനസമ്മതനാണ്, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനൊരു ബലമുണ്ട്, വേരുണ്ട് എന്നവർ സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിക്കെതിരായി സംസാരിക്കുന്നവരെ, പാർട്ടി നയങ്ങൾക്കെതിരായി ശബ്ദമുയർത്തുന്നവരെ പാർട്ടിയിൽ നിന്ന് തള്ളിക്കളയുന്ന സ്വഭാവമാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം മുൻപോട്ട് വെച്ചിരുന്നത്. പക്ഷേ G സുധാകരനെതിരായി അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുവാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് സാധിക്കുന്നില്ല. അദ്ദേഹത്തെ വിലക്കുവാൻ സാധിക്കുന്നില്ല. 1996 കായംകുളത്ത് നിന്ന് മത്സരിക്കുമ്പോൾ തന്നെ പിന്നിൽ നിന്ന് കുത്തിയവരാണ് ഈ പാർട്ടിയിലുള്ളവർ എന്ന് പറഞ്ഞ് G സുധാകരനെ വിലക്കുവാൻ മുഖ്യമന്ത്രിക്കോ ജില്ലാ സെക്രട്ടറിക്കോ പാർട്ടിയിലുള്ള അംഗങ്ങൾക്കോ സാധിക്കുന്നില്ല. അദ്ദേഹം വേദിയിൽ വെച്ച് പറയുകയാണ്, എനിക്കിനി ഭയക്കാനൊന്നുമില്ല, ഞാൻ ഈ പാർട്ടിയുടെ നിരവധി സ്ഥാനങ്ങളിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് നിരവധി സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. എനിക്കെതിരെ ഇതുവരെ ഒരു താക്കീത് പോലും ഉയർത്തിയില്ലല്ലോ ഇവിടുത്തെ CPIM എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുമുണ്ട്. അപ്പോൾ ഉറച്ച ആത്മവിശ്വാസത്തിലാണ് G സുധാകരനുള്ളത്. അദ്ദേഹം MDക്കെതിരായി പരാമർശങ്ങൾ ഉയർത്തുന്നു. MD പറഞ്ഞത് ഞാൻ പണ്ടേ പറഞ്ഞതാണെന്ന തരത്തിൽ പിണറായി വിജയനെ കുരുക്കിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. പിന്നീട് അത് പറഞ്ഞില്ല എന്നൊക്കെ മാറ്റി പറയുന്നു. അങ്ങനെ നിരവധി തവണ
ദേശാഭിമാനിയെ അടക്കം, ഇടതുപക്ഷത്തിന്റെ മുഖപത്രമായ ദേശാഭിമാനിയെ അടക്കം അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് തോമസ് ഐസക്കിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാവിനേക്കാൾ ആലപ്പുഴയിൽ മത്സരിച്ചാൽ വിജയിക്കുവാൻ സാധ്യതകളേറെ ജി സുധാകരനാണ് എന്ന പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നത്. ഇവിടെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിക്ക് പ്രാധാന്യമേറെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ ആര് മത്സരിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കയ്യിൽ നിന്ന് പോയ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം കൂടി തിരിച്ചു പിടിക്കണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ്. അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് KC വേണുഗോപാൽ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു പക്ഷേ ആലപ്പുഴയിൽ വീണ്ടും തിരിച്ചു വന്ന് മത്സരിച്ച് വിജയക്കൊടി പാറിക്കുവാൻ സാധ്യതകളുണ്ട് എന്ന ആത്മവിശ്വാസത്തിന്റെ പുറത്ത് പല തീരുമാനങ്ങളും എടുക്കുവാൻ സാധ്യതകളേറെയാണ് UDFന്റെ ഭാഗത്ത് നിന്ന്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ മത്സരിച്ച് വിജയിച്ച AM ആരിഫിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജി സുധാകരനെയും തോമസ് ഐസക്കിനെയും പരിഗണിക്കുവാനുള്ള തന്ത്രപരമായ നീക്കത്തിലേക്ക് CPIM കടക്കുന്നത്. ഇത് രാഷ്ട്രീയപരമായി എന്ത് വ്യത്യാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തോമസ് ഐസക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായൊക്കെ നിന്ന് സാമ്പത്തികപരമായി കേരളത്തെ പിടിച്ചു നിർത്തുവാൻ ശ്രമകരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ മസാല ബോണ്ട് അടക്കമുള്ള കേസുകളിൽ അഴിമതി ആരോപണം ഉള്ളതുകൊണ്ടായിരിക്കണം ജി സുധാകരന് കുറച്ചുകൂടി മുൻഗണന കൊടുത്തത്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ സ്വഭാവം അനുസരിച്ച് പാർട്ടിയെ കിട്ടുന്ന ഇടങ്ങളിലെല്ലാം പരാമർശിക്കുന്ന, വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് അങ്ങനെ സീറ്റ് കൊടുക്കാറില്ല. പക്ഷെ ജി സുധാകരന് കൊടുക്കുന്നു. ജി സുധാകരൻ നിരവധി തവണ 96-ൽ കായംകുളത്ത് നിന്ന് മത്സരിക്കുന്നു, പിന്നീട് അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നു. അങ്ങനെ വിവിധ വകുപ്പുകളിൽ മത്സരിച്ച് മന്ത്രിയായൊക്കെ വന്ന നേതാവാണ് ജി സുധാകരൻ. അതുകൊണ്ട് ജി സുധാകരനെ തള്ളി നിർത്തിക്കൊണ്ട് ആലപ്പുഴയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. അതുമാത്രമല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പരിഗണിക്കാതെ ലോക്സഭയിലേക്ക് ഒതുക്കി തീർക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് പറയുന്ന വിഭാഗങ്ങളും ഇവിടെയുണ്ട്. എന്തായാലും AM ആരിഫിന്റെ ജനപിന്തുണ കുറഞ്ഞു എന്ന കണക്കുകൂട്ടലാണ് ഇടതുപക്ഷത്തിനുള്ളത്. പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർക്കും അതേ കണക്കുകൂട്ടൽ തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം അത്രമേൽ ശക്തമായ ആലപ്പുഴയിൽ, അതായത് ഇടതുപക്ഷത്തിന്റെ കോട്ടയെന്ന് പറഞ്ഞിരുന്ന കണ്ണൂർ പോലും വീണപ്പോഴും ആലപ്പുഴയിൽ പുന്നപ്രയുടെയും വയലാറിന്റെയും സമരഗീതങ്ങൾ ഇപ്പോഴും മുഴങ്ങുന്ന ആലപ്പുഴയുടെ മണ്ണിൽ ആലപ്പുഴയുടെ ജനത ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നപ്പോൾ, AM ആരിഫിനോടൊപ്പം നിന്നപ്പോൾ ആ AM ആരിഫ് ഇപ്പോൾ ദുർബലനാണ് എന്ന കണക്ക് കൂട്ടലിന്റെ പുറത്ത് ജി സുധാകരനെ ഇറക്കി കളം പിടിക്കുവാൻ ഉള്ള തന്ത്രപ്പാടിലാണ് ഇടതുപക്ഷം. അതിന്റെ ചർച്ചകൾ അവസാനിച്ചു കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, മാസങ്ങൾക്കുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും. അതിന് മുന്നോടിയായി തന്നെ ജി സുധാകരനെ സ്ഥാനാർത്ഥിയാക്കുവാനാണ് സാധ്യതകളേറെ. ഒരുപക്ഷെ ജി സുധാകരൻ അതിന് സമ്മതിച്ചില്ല എങ്കിൽ തോമസ് ഐസക്കിനായിരിക്കും പിന്നീടുള്ള സാധ്യത. പക്ഷേ ആദ്യഘട്ടങ്ങളിൽ ഒന്നും AM ആരിഫിന്റെ പേര് വരുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ രാഷ്ട്രീയ കളിക്കളങ്ങൾ ഒരുങ്ങുമ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികൾ തയ്യാറെടുക്കുമ്പോൾ, സ്ഥാനാർത്ഥി നിർണയങ്ങൾ നടക്കുമ്പോൾ, സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുമ്പോൾ, UDF 16 സീറ്റുകൾ മത്സരിച്ചുകൊണ്ട് ബാക്കി സീറ്റുകൾ ഘടകകക്ഷികൾക്ക് നൽകാമെന്ന ധാരണയിൽ ശക്തമായ രീതിയിൽ തിരഞ്ഞെടുപ്പുമായി മുൻപോട്ട് പോകുമ്പോൾ ആലപ്പുഴയുടെ കളം ആർക്കൊപ്പം നിൽക്കും, ആലപ്പുഴയുടെ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ആർക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ വീശും, അവിടെ ഇടതുപക്ഷം വീണ്ടും സ്ഥാനമുറപ്പിക്കുമോ അതോ UDF ആ കളം കൂടി പിടിച്ച് 20-ൽ 20 എന്ന ചരിത്രപരമായ ഒരു നേട്ടത്തിന് ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിക്കുമോ എന്നൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ആര് എന്ന ശ്രദ്ധേയമായ ഒരു കാര്യം കൂടി അവിടെയുണ്ട്. എന്തായാലും ത്രികോണ മത്സരത്തിന് സാധ്യതയില്ലാത്ത ആലപ്പുഴയിൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ KC വേണുഗോപാൽ അവിടെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ ജി സുധാകരന് അങ്ങനെ എളുപ്പത്തിൽ വിജയിച്ചു വരുവാൻ സാധിക്കുമോ എന്നുള്ള പ്രസക്തമായ ചോദ്യം. അവിടെ KC വേണുഗോപാൽ അല്ല, ഒരു വട്ടം കൂടി ഷാനിമോൾ ഉസ്മാനെ മത്സരിപ്പിക്കുകയാണോ? അതുമല്ല, മറ്റാരെങ്കിലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു പുതുമുഖത്തെ, ഒരു യുവതയെ, ഒരു യുവത്വത്തെ കോൺഗ്രസ് മത്സരിപ്പിക്കുകയാണെങ്കിൽ ജി സുധാകരന് ഒരു വലിയ വെല്ലുവിളിയായി അവർ മാറുമോ? അല്ല, BJPയുടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി ആലപ്പുഴയിലേക്ക് വന്നു നിന്നാൽ അത് കടുത്ത ഒരു ത്രികോണ മത്സരമായി മാറുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ആദ്യഘട്ടത്തിൽ AM ആരിഫിന്റെ പേരില്ല. അവിടെ ജി സുധാകരൻ എന്ന പാർട്ടി വിമർശനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന, പാർട്ടിയെ എല്ലാ തരത്തിലും വിമർശനത്തിന് വിധേയനാക്കുന്ന ജി സുധാകരൻ എന്ന ഇടതുപക്ഷത്തിന്റെ ശക്തമായ മുഖം, ശക്തമായ കരം ജി സുധാകരൻ തന്നെ ആലപ്പുഴയിൽ മത്സരിക്കുവാൻ സാധ്യതകൾ ഏറെ എന്നാണ് ഇടതുപക്ഷത്തിന്റെ പാളയത്തിൽ നിന്ന് പുറത്തുവരുന്ന വാർത്ത.